ഇത് നടനും തിരക്കഥാകൃത്തും സംവിധായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നിർമ്മാതാവ് തുടങ്ങി അതിനപ്പുറം മികച്ച ഒരു ജൈവ കർഷകൻ എന്ന രീതിയിൽ കൂടി തിളങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ. 225-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രമാത്രം അടുത്ത ആളുകളുമായി അടുത്ത ബന്ധമുള്ള ഒരു ആൾ കൂടിയാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഒരു വ്യക്തമായി സമയബന്ധിതമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോവുക. അവിടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേരുക. അവിടെ 3 മണി വരെ, 1 മണി മുതൽ 3 മണി വരെയാണ് അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ അത് കൂടുതൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്തായാലും അവിടെ പൊതുദർശനത്തിൽ അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ എത്തിയ ശേഷമായിരിക്കും പിന്നീട് ഈ വീട്ടിലേക്ക് തന്നെ തിരികെ മൃതദേഹം എത്തിക്കും. വീട്ടിലും പിന്നീട് ആളുകൾക്ക് എത്താനും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ ശ്രീനിവാസന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് ഇവിടെ നിന്ന് ടൗൺ ഹാളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പോലീസ് വഴി ഒരുക്കുന്നുണ്ട്. മാർഗതടസ്സമൊന്നും ഇല്ലാതെ തന്നെ കൃത്യസമയത്ത് തന്നെ ടൗൺ ഹാളിലേക്ക് എത്താവുന്ന ഒരു ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിരവധി പേർ രാവിലെ ഇവിടെ മൃതദേഹം എത്തിച്ച് ആ സമയം മുതൽ ഇങ്ങോട്ടേക്ക് ആളുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. പ്രധാനമായും ഈ കണ്ടനാട്ട് ആളുകൾ, ഈ നാട്ടുകാർ, സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ, അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് എത്തിച്ചേർന്നത്. സിനിമാ മേഖലയിലുള്ളവർ ആശുപത്രിയിലും ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി പേർ സിനിമാ മേഖലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു. അതിനുശേഷം അവരെല്ലാം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ടൗൺ ഹാളിലായിരിക്കും ഇനി മറ്റ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ വീട്ടുകാർ മുമ്പോട്ട് വെക്കുകയും ചെയ്തിരുന്നു. കാരണം ഇവിടെ എത്തിച്ചേരുക അല്ലെങ്കിൽ ഇവിടെ ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 3 മണി വരെയാണ് അവിടെ ഈ പൊതുദർശനമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ സമയം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ടൗൺ ഹാളിലേക്ക് എറണാകുളത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സിജോ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം ടൗൺ ഹാളിലേക്ക് എത്തിക്കും. 1 മണിയോടുകൂടിയായിരിക്കും അവിടെ പൊതുദർശനം ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എല്ലാവരും വന്നു പോയതിനു ശേഷം 3 മണി വരെ ആയിരിക്കും ടൗൺ ഹാളിലെ പൊതുദർശനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്.